എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. അർജുന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ചമ്മന്തിയൊക്കെ തന്നെ പിങ്കി ഉണ്ടാക്കുകയാണ്. സ്പെഷ്യൽ ചമ്മന്തി എന്ന് പറഞ്ഞാൽ സുമംഗൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മിക്കല്ലയിൽ അരച്ച വറ്റൽമുളകും ഉള്ളിയൊക്കെ വെച്ചരച്ച ചമ്മന്തിയാണ് ഏറ്റവും കൂടുതൽ സാമ്പാറിനേക്കാളും അർജുൻ ഇഷ്ടം ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാനായിട്ട്. അങ്ങനെ പിങ്കി എന്ത് ചെയ്യുക, നേരെ അടുക്കളയിൽ കയറി തേങ്ങയൊക്കെ ചുണ്ടിയെടുത്ത് അമ്മിക്കല്ലെ വെച്ച് ചമ്മന്തിയൊക്കെ അരച്ചോണ്ട് വരിക. പിന്നീട് അർജുന് ഫുഡ് എടുത്ത് കൊടുക്കുകയാണ്. ആദ്യത്തെ സംഭവമാണ്. ഇതിനു മുമ്പ് പിങ്കി തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ അർജുന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ അർജുന് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, അതെ അർജുൻ എന്താ വേണ്ട, സാമ്പാർ വേണോ ചട്നി വേണമെന്ന് ചോദിക്കാം. എനിക്ക് ചുമന്ന ചട്നി ഉണ്ടെങ്കിൽ അതാ ഇഷ്ടം എന്ന് പറയണം. അങ്ങനെ പിങ്കി കോരി ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക. ഈ സമയത്ത് നയനെ നന്ദി ആ കാഴ്ച കണ്ടു. നയനെ പെട്ടെന്ന് ഇങ്ങനെ അർജുനെ ഒന്ന് നോക്കി പിങ്കിയുടെ മുഖത്തെ സന്തോഷം ശ്രദ്ധിച്ചു. ഒരു പണി കൊടുക്കാൻ പറ്റിയ അവസരം തന്നെ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ, പിങ്കിയുടെ മനസ്സൊന്ന് ഇളക്കി കളയാം എന്ന് വിചാരിച്ച് നയന നേരെയും കൂടി ചെല്ലുവാണ്. ചെന്നിട്ട് അർജുന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. എന്താ എന്താ കാര്യം, നീ ഇതാണോ കഴിക്കണമെന്ന് ചോദിക്കും. അതിനെന്താ കുഴപ്പം, ഇത് ഇപ്പൊ ദോശ ചമ്മന്തിയല്ലേ, നല്ലതല്ലേ കഴിക്കണമെന്ന് ചോദിക്കും. ഇതാ നിനക്ക് ഒട്ടും ബോധമില്ല അർജുൻ എന്ന് ചോദിക്കുകയാണ്. എന്താ നയന നീ എന്താ ഇങ്ങനെ പറയണേ, ഞാനിപ്പോ കഴിച്ചോണ്ട് എന്താ സംഭവിക്കണെന്ന് ചോദിക്കുക. ഈ സമയം പിങ്കി ആകപ്പെടെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുകയാണ്. താനാണ് ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണ് അർജുൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ പറയണേ. പെട്ടെന്ന് നയന പറഞ്ഞു, അതെ നിനക്കല്ലേ ജലദോഷം പനിയൊക്കെ ഉള്ളേ, അതിന് ഈ സമയത്ത് ഇന്ന് ശരിയാകത്തില്ല. ഏറ്റവും നല്ലത് എന്താണെന്ന് അറിയോ, നല്ല ചൂട് കഞ്ഞി കുടിക്കുന്ന, ഇച്ചിരി ചൂട് കഞ്ഞി കുടിച്ചാൽ മതി, അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയാം. ഇത് കേട്ടോ അർജുൻ പറഞ്ഞു, ചൂട് കഞ്ഞിയാ? അതെ, ഈ ജലദോഷമൊക്കെ പിടിച്ച ഈ വെറുതെ എന്തിനാ ഈ ചമ്മന്തി എണ്ണയൊക്കെ കഴിക്കുന്നത്, ഒന്നുകൂടെ കൂടത്തോളെന്ന് പറയാം. പിങ്കിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പിങ്കി കലിപ്പോടെ നോക്കുവാണ്. പെട്ടെന്ന് അർജുൻ പറഞ്ഞു, ഓ അങ്ങനെയാണോ, ഞാൻ അത്രയും വിചാരിച്ചില്ല കേട്ടോ എന്ന് പറയണം. ഇങ്ങോട്ട് മാറ് എന്നും പറഞ്ഞുകൊണ്ട് നയന എന്ത് ചെയ്യണം, ആ ദോശയും ചമ്മന്തിയൊക്കെ കൂടെ മാറ്റി വെച്ചിട്ട് അർജുന് കൊണ്ടിട്ട് ചൂട് കഞ്ഞി അങ്ങോട്ട് കൊടുക്കുവാണ്. പിങ്കിക്ക് സഹിച്ചില്ല. പിങ്കി മുഖം വെട്ടിത്തിരിച്ച് ഒറ്റ പോക്ക് അങ്ങോട്ട് പോവാണ്. ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അത് പിങ്കിക്ക്. കാരണം പിങ്കിയുടെ മനസ്സിലെ കാര്യം എന്താ, താൻ കൊടുക്കുന്ന സാധനം അത് അർജുൻ കഴിക്കുമെന്നൊക്കെയുള്ള വിചാരം. പക്ഷെ നയന വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു. പെട്ടെന്നും കൂടെ ദേഷ്യം വന്നു. ഈ സമയം നന്ദയെ ശ്രദ്ധിച്ചു. കൊള്ളാം, ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ പിങ്കി അർജുനും ഒന്നാകും. നയന കൃത്യസമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. നയന കൃത്യസമയത്ത് ആ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പിങ്കിയുടെ മനസ്സൊന്ന് വേവലാതിപ്പെട്ടിട്ടുണ്ട്. പിങ്കിനെ ഒന്നുകൂടെ ഒന്ന് എരിപിരി കയറ്റാം എന്ന് വിചാരിച്ച് നന്ദ അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ഈ സമയത്ത് പിങ്കി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പിങ്കിയുടെ അടുത്ത് എന്നിട്ട് എന്താ പിങ്കി മുഖം എന്താ വല്ലായിരിക്കണമെന്ന് നിൽക്കും. ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട്. ഓ ഇനിയിപ്പോൾ അർജുൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന ആ ദോശയൊന്നും മാറ്റിയത് പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നയന കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അർജുൻ്റെ നോക്കുന്നത് കണ്ടോ. അർജുൻ്റെ ആരോഗ്യകാര്യത്തിലാണെങ്കിലും നയനക്ക് എത്രമാത്രം ശ്രദ്ധയാന്ന് നോക്കിയേ. മറ്റാരെങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കുവോ, പിങ്കി പോലും ശ്രദ്ധിക്കുന്നില്ല. ഇനിയിപ്പോൾ കുഴപ്പമില്ല, പിങ്കിയാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകുന്നല്ലേ പറഞ്ഞേ. പിങ്കി പോയാലും അർജുൻ്റെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനില്ല. അർജുൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് നയന ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയാം. ഇത് കേട്ടതും മുഖത്തടിയേറ്റ പോലെയായിപ്പോയി പിങ്കിക്ക്. പിങ്കി പറഞ്ഞു, നീ എന്തൊക്കെയാ എന്താ പറയണേന്ന് ചോദിക്കാം. എന്താ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കാം. ശരിയായിട്ടുള്ള കാര്യമില്ലേ പറഞ്ഞേ. അല്ല പിങ്കിക്ക് അർജുനെ ഇഷ്ടമില്ല, പക്ഷേ എങ്കിൽ നയനയ്ക്ക് അങ്ങനെയല്ല. നയനയ്ക്ക് അർജുൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഒരു കാലത്ത് മുറപ്പെണ്ണ് മുറച്ചെറുക്കനോട് കല്യാണം കഴിക്കാനിരുന്ന, പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാനാ, വലിയ കാരണമാണ് ആ വിവാഹം മുടങ്ങിപ്പോയത്. ഇനിയും സമയം വൈകിട്ടൊന്നുമില്ല. അത് മാത്രമല്ല അർജുനും പിങ്കിയും തമ്മിൽ ഇപ്പോഴും ഒന്നിച്ചിട്ടൊന്നുമില്ലോ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. പിങ്കിക്ക് മനസ്സിലായി കിട്ടിയ അവസരം ഇവള് മുതലാക്കിയേക്കുവന്ന്. കാരണം കുറെ പറഞ്ഞിട്ടുണ്ടല്ലോ നന്ദയുടെ മുന്നിൽ കൂടെയാണ് ഗൗതത്തിന്റെ കൈയും പിടിച്ചോണ്ട് പിങ്കി പോയിട്ടുള്ളത്. അത് പല തവണ ബ്ലാക്ക്മെയിൽ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. അതൊക്കെ നന്ദയുടെ മനസ്സിലും ഇങ്ങനെ കിടപ്പുണ്ട്. അതിനുള്ള കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പൊ പിങ്കിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിങ്കി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിഷമം എന്താണെന്ന് പിങ്കി തിരിച്ചറിയുമായിരുന്നു. നയന അർജുനോട് കൂടുതൽ ഇടപെടുമ്പം പിങ്കിയുടെ ഉള്ളിലെ വല്ലാത്ത നെഞ്ചിനകത്തൊരു നെരിപ്പോട് ഇങ്ങനെ കിടന്ന് എരിയുമായിരുന്നു. പിങ്കിക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഉടനെ ചെയ്താൽ മതിയാവുമെന്ന്. പിങ്കി പിന്നീട് മുറിയിലേക്ക് അങ്ങോട്ട് പോയി ആരോടൊന്നും മിണ്ടാതിരിക്കുകയാണ്. ഈ സമയത്ത് അർജുൻ അങ്ങോട്ട് വന്നു. അർജുൻ വന്നിട്ട് ചോദിച്ചു, എന്താ പിങ്കി നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. കേട്ടതും പിങ്കി ഒന്നും മൈൻഡ് ചെയ്തില്ല. കാര്യം എന്താന്ന് പറ, എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ പറ, പരിഹരിക്കാൻ പറ്റുന്നതാണ് പരിഹരിക്കാന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, പരിഹരിച്ചു പോലും കൂടുതലും മിണ്ടാൻ വരണ്ടെന്ന് പറയാണ്. എന്താ പിങ്കി നിനക്കിപ്പം നിന്റെ പുതിയ പ്രശ്നം എന്നാ? ഓ നീ ഇനിയിപ്പോ എനിക്ക് ഡിവോഴ്സ് തന്നിട്ട് പോകാൻ വേണ്ടി ഇരിക്കുമായിരിക്കും അല്ലേ, അതിന്റെ പ്രശ്നങ്ങളായിരിക്കും അല്ലേ. കുഴപ്പമില്ല, നിന്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹമാണെങ്കിൽ ഞാൻ അതിനൊന്നും പറയാൻ വരുന്നില്ല, എതിർത്ത് പറയാൻ വരുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയാം. ഇത് കേട്ടതും
പിങ്കി പറയും, ഓഹോ അപ്പൊ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി കാത്തിരിക്കുക നിങ്ങളല്ലേ എന്ന് ചോദിക്കണം. അല്ല ഞാനങ്ങനെ പറഞ്ഞൊന്നുമില്ല, നീ അല്ലേ പിങ്കി പറഞ്ഞത് ഞാനിവിടുന്ന് പോവാ 2 ദിവസത്തിനുള്ളിൽ തന്നെ പോകുമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പം നീ പോവാണെങ്കിൽ പിന്നെ നിന്നെ തടഞ്ഞു വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പം ഞാനായിട്ട് എതിർത്തൊന്നും പറയുന്നില്ലെന്ന് പറയാം. പിങ്കിക്ക് മനസ്സിലായി അർജുനും പതുക്കെ നയനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് അപകടമാണ്. ഒരു കാരണവശാലും അങ്ങനെ നയനയ്ക്ക് അർജുനെ വിട്ടുകൊടുക്കാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നീട് പിങ്കി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് അരുന്ധതി അങ്ങോട്ട് വരുന്നത്. അരുന്ധതി വന്നിട്ട് ചോദിച്ചു, എന്താ പിങ്കി മോളെ മുഖം വല്ലായിരിക്കണം എന്ന് ചോദിക്കും. ഒന്നുമില്ല, ഉള്ള നേരത്തെ ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറയാം. എന്താ പുതിയ പ്രശ്നം എന്താന്ന് ചോദിക്കുക. എന്ത് പ്രശ്നം? ആ നയന തന്നെ, അവള് കാരണം മനുഷ്യന്റെ ഉള്ള സമാധാനം മുഴുവൻ പോയെന്ന് പറയാം. ഇത് പിങ്കി മോളെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു നിന്നോട്. ദേ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, അർജുനെ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങുക. അത് മാത്രം ഇതിന് വഴിയുള്ളൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ കാഴ്ചക്കാരിയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നയന മിക്കവാറും അവനെയും കൊണ്ട് പോകും. പിന്നീട് കരഞ്ഞിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല. അവനെപ്പോലെ ഒരു നല്ല ചെറുപ്പക്കാരൻ ഇനി നിനക്ക് ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല. അറിയാലോ, നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നീ അർജുനെ സ്നേഹിക്കാൻ തുടങ്ങുക. അത് മാത്രം ഒരു പോംവഴിയുള്ളെന്ന് പറയാം. ഇത് കേട്ടതും പിങ്കിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. പിങ്കിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ഇപ്പൊ അർജുനെ സ്നേഹിക്കുവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാരും വിശ്വസിക്കാനും പോകുന്നില്ല. കാരണം താൻ കള്ളത്തരം പറയുന്നതാണോ കരുതുള്ളൂ. പിങ്കി തന്നെ സ്വയം ചോദിച്ചു തുടങ്ങി. കാരണം ഇത്രയും കാലം ഗൗതമാണ് തന്റെ മനസ്സിലുണ്ടായിരുന്നേ. പക്ഷെ എപ്പോഴോ അർജുനെ കുറിച്ചുള്ള ചിന്തകൾ വന്ന് തുടങ്ങി. ഇപ്പൊ ഗൗതത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ല. ഗൗതം അടുത്തൂടെ വന്നാൽ പോലും മൈൻഡ് ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല. കാരണം എപ്പോഴും ഇപ്പൊ മനസ്സിലുള്ള നയനയും അർജുനും മാത്രമാണ്. അർജുനും നയനെ തട്ടിയെടുക്കുമെന്നൊരു ചിന്ത മാത്രമാണ്. അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും പിങ്കിക്ക് ആകെപ്പാടെ സമനില തെറ്റുന്ന പോലെ തോന്നി. ഈ സമയം നന്ദ നേരെ നയനയുടെ അരികിലേക്ക് ചെല്ലുവാണ്. നയനയോട് പറഞ്ഞു, ഇന്നത്തെ പെർഫോമൻസ് എന്തായാലും സൂപ്പറായെന്ന് പറയാണ്. ഇങ്ങനെ തന്നെ വേണം. ഇത് കേട്ടപ്പം നയന ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം. ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ പിങ്കിയും അർജുനും തമ്മിൽ ഒന്നിക്കും. കൃത്യസമയത്ത് തന്നെ നയന ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്ന്. എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമെന്നറിയാവോ? പിങ്കിയും അർജുനും ഒന്നിക്കണം എന്നുള്ളത്. അത് നയനയായിട്ട് അതിനൊരു വഴി ഉണ്ടാക്കിയത്. നയന പറഞ്ഞു, ഇതൊക്കെ ചെറുത്, ഇനി വലുത് കാണാൻ പോകുന്നല്ലോ ഉള്ളെന്ന് ചോദിക്കുകയാണ്. വലുതോ? ഇനി ഇതിനേക്കാളും വലുതെന്താ? അതൊക്കെ കണ്ടോ? പിങ്കിയെ ഞാൻ ഇവിടെ ഇഷ്ടണ്ണാറ് വരപ്പിക്കും. അവസാനം പിങ്കി പറയും, ഇതെന്റെ ഭർത്താവാന്ന് ഞാൻ പറയിക്കുക തന്നെ ചെയ്യും. അതിന് വേണ്ടുന്നുള്ള പണിയായിരിക്കും ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നു പറയാം. ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു, ഇത് പിങ്കിയാണ്, സൂക്ഷിച്ചു കണ്ടും പെരുമാറണം. അറിയാലോ, അവളുടെ സ്വഭാവം ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. പിങ്കി എനിക്കൊരു ചുക്കുമില്ല. പിങ്കി വന്നാലും കൊള്ളാം, ആര് വന്നാലും കൊള്ളാം, ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമെന്ന് പറയാം. നന്ദേച്ചി എന്നെ ഒരു കാര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ നല്ല ഭംഗിയോടും വൃത്തിയോടും കൂടി ഞാൻ ചെയ്ത് കൈ തരുന്ന കാര്യം എനിക്കറിയാന്ന് പറയാം. പിന്നീട് നന്ദ അങ്ങോട്ട് കയറി പോവാ. ഈ സമയം നയനയ്ക്ക് മനസ്സിലായി. നന്ദ അങ്ങോട്ട് കയറി പോവാ. പിന്നീട് നയന എന്ത് ചെയ്യുവാണ്? നയന അങ്ങോട്ട് ഹാളിലേക്ക് ചെല്ലുവാണ്. ആ സമയത്താണ് അർജുൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. നയനയ്ക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. നയന എന്ത് ചെയ്യാണ്? പെട്ടെന്ന് ആ സ്റ്റെയർ കേസിൽ നിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് വീഴാൻ പാത്രം അങ്ങോട്ട് വരുവാണ്. പെട്ടെന്ന് അർജുൻ കയറി അങ്ങോട്ട് പിടിക്കുവാണ്. ഈ കാഴ്ച കണ്ട് പിങ്കിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം അർജുനും നയനയും കൂടെ കെട്ടിമുളഞ്ഞ് താഴേക്ക് വീഴുവാണ്. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഈ പബ്ലിക്കായിട്ട് ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ അപ്പൊ ഇനിയിപ്പൊ തനിച്ച് കിട്ടുമ്പോൾ എന്തൊക്കെ കാണിച്ചു കിട്ടും? ആ ഒരു ചിന്ത പിങ്കിയോടുള്ള വല്ലാത്ത അസ്വസ്ഥ ഉണ്ടാക്കി. പിങ്കി പെട്ടെന്ന് അങ്ങോട്ട് വരുവാണ്. എന്താ അർജുൻ, എന്താ കാണിച്ചെന്ന് ചോദിക്കാം. പെട്ടെന്ന് അർജുൻ വന്നു. അത് നയനെ വീഴാൻ പോയി കഴിഞ്ഞപ്പോ ഞാൻ കയറി പിടിച്ചാന്ന് പറയണം. പിങ്കിക്ക് ദേഷ്യം വന്നു. പിങ്കി പറഞ്ഞു, നയന നിനക്ക് എന്റെ മുഖത്ത് കണ്ണില്ലേന്ന് ചോദിക്കാം. അപ്പൊ നയന പറഞ്ഞു, അറിയാതെ കാലൊന്ന് സ്ലിപ്പായി പോയതാ പിങ്കി, നീ അതിനെന്തിനാ ചൂടാണെന്ന് ചോദിക്കുവാണ്. ഈ സമയത്ത് അരുന്ധതി മോഹിനി എല്ലാരും കൂടെ വന്നു. അവരെല്ലാം കണ്ടു നയന അർജുനും കൂടെ താഴേന്ന് പതുക്കെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുന്നത്. നിലത്തുനിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്ന ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം മോഹിനി അരുന്ധതിനെ ഒന്ന് നോക്കുവാണ്. ഈ സമയം അരുന്ധതി വന്നിട്ട്, എന്താ അർജുൻ, ഇതെന്താ ഇവിടെ കാണിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയാം. അത് പിന്നെ വല്യമ്മേ, നയനെ ഒന്ന് വീഴാൻ തുടങ്ങിയപ്പോ ഞാനൊന്ന് കയറി പിടിച്ചാന്ന് പറയാം. ആ സമയത്ത് സുമംഗല വന്നിട്ട് ചോദിച്ചു, അതിനിപ്പോ ഇതുമാത്രം എന്താ പറയാതിരിക്കുന്നേ? നയന പോളൊന്ന് വീഴാൻ തുടങ്ങി കഴിഞ്ഞപ്പം അർജുൻ മോൻ ഒന്ന് കയറി പിടിച്ചു. അതിനിപ്പോ ആകാശം പിടിഞ്ഞ് വീഴാനൊന്നും ഇല്ലോന്ന് പറയണം. ഇത് കേട്ടത് പിങ്കിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. പിങ്കി മുഖം വെട്ടിത്തിരിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അരുന്ധതിക്ക് മനസ്സിലായി പിങ്കിയുടെ മനസ്സിൽ കൊണ്ടിട്ടുണ്ടെന്നത്. കാരണം ആ ഒരു രംഗം പിങ്കിയുടെ മനസ്സിൽ നിന്ന് പെട്ടെന്നൊന്നും പോകാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അവർ രണ്ടുപേരും ഒന്നിക്കും. തന്റെ ഉപദേശമൊക്കെ ഏറ്റു തുടങ്ങിയെന്ന് അരുന്ധതിക്ക് മനസ്സിലാവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.